ശരി, നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. സൗന്ദര്യവർദ്ധക ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. ചികിത്സാ പിഴവ് ഉണ്ടായെന്ന കുടുംബത്തിന്റെ പരാതിയിൽ തീർപ്പുണ്ടാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ചികിത്സാ രേഖകൾ പരിശോധിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. വിവരങ്ങളുമായി വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അരുൺ, 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആ കുടുംബം ആരോപിക്കുന്ന തരത്തിലാണെങ്കിൽ അവരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അപ്പോഴും നമുക്ക് അറിയേണ്ടത് ഈ സ്ഥാപനം ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അവർക്ക് അതിനുള്ള എക്സ്പേർട്ടീസ് ഉണ്ടായിരുന്നോ, ഇതൊക്കെയാണ് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് മെഡിക്കൽ ബോർഡ് പരിശോധിക്കുക. ഇതിനിടയിൽ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്നതിനിടെ നൽകിയതിനെ കുറിച്ചും വിവാദങ്ങളുണ്ടല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനം, ഈ മെഡിക്കൽ ബോർഡിനെ തലപ്പത്തിരിക്കേണ്ടത്, അതിനെ നയിക്കേണ്ടത്, ചെയർ ചെയ്യേണ്ടത് ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO ആണ്. ഇതിൻ്റെ ഈ ചികിത്സാപ്പിഴ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്, സർക്കാർ റിപ്പോർട്ട് നൽകേണ്ടത് ആ DMOയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരേണ്ടത്. ഇതിൽ വൈരുദ്ധ്യമെന്ന് പറയട്ടെ, ഈ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന ഈ അരശുമൂട്ടിലെ ഈ സ്ഥാപനത്തിന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലായിരുന്നു. താൽക്കാലിക ലൈസൻസ് വെച്ചായിരുന്നു പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവർക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ലഭിച്ചു. അത് 5 വർഷത്തേക്കുള്ള ലൈസൻസാണ് ഇവർക്ക് ആരോഗ്യവകുപ്പ് നൽകിയത്. ആരോഗ്യവകുപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമായി പറയേണ്ടത്, ഈ തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO ആണ് ആ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് നൽകിയത്. അതായത് ഈ കേസ് അന്വേഷിക്കേണ്ട, അല്ലെങ്കിൽ ഈ ചികിത്സാപ്പിഴ ഉണ്ടായോ എന്ന കാര്യം അന്വേഷിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ സംഘത്തെ നയിക്കുന്ന അതേ ഡോക്ടർ തന്നെയാണ്, ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇവർക്ക് നൽകിയെന്ന് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ DMOയുടെ ഇക്കാര്യത്തിലെ ഭിന്ന താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചു പോകേണ്ടത്. ഒരു കാര്യം കൂടി കുടുംബം ആരോപിക്കുന്നത്, നേരത്തെ ഇവർക്കെതിരെ പരാതി വന്നപ്പോൾ മൊഴിയെടുക്കാൻ ഈ കുടുംബത്തിനെ വിളിച്ചു വരുത്തിയിരുന്നു DMO. ആ മൊഴിയെടുത്തത് DMO ഓഫീസിൽ വെച്ചല്ല, മറിച്ച് ഈ മൊഴിയെടുത്തതും ഇതേ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന ഈ അരശുമൂട്ടിലെ സ്ഥാപനത്തിൻ്റെ മുറിയിലിരുത്തിയാണ് ഈ കുടുംബത്തിൻ്റെ മൊഴിയെടുത്തത്. എന്താണ് ഈ DMOയ്ക്ക്, ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക്, ആരോഗ്യവകുപ്പിലെ ഉന്നതർക്ക് ഈ സ്ഥാപനത്തോടുള്ള പ്രത്യേക താല്പര്യമെന്ന ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത്. സ്വാഭാവികമായും ഇവരുടെ പരാതി അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ്, സ്ഥിര ലൈസൻസ് ഇല്ലാതിരുന്ന ഒരു സ്ഥാപനം, അതിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ അവർക്ക് സ്ഥിര ലൈസൻസ് DMO നൽകുന്നു. ഈ മെഡിക്കൽ ബോർഡ് ചേരാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരോട് ആവശ്യം ഉയർന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ്, ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് നീട്ടിവെക്കുന്നു. ഒടുവിൽ അതിന്ന് ചേരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോഴും കുടുംബത്തിന് വലിയ സംശയങ്ങളുണ്ട്. എന്തിനാണ് ഇത്തരമൊരു ലൈസൻസ് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് നൽകിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിലെന്തൊക്കെയോ ആരെയൊക്കെയോ രക്ഷിക്കാൻ പോലീസിൻ്റെ ഭാഗത്തും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ ഉടമകളെ മുഴുവൻ പ്രതികരിക്കണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ ഒരാളെ മാത്രം, ഒരു ഡോക്ടറെ മാത്രം പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതും അറസ്റ്റിലേക്കൊന്നും പോയിട്ടില്ല. മെഡിക്കൽ ബോർഡിൻ്റെ ഫലം വരാൻ കാത്തിരിക്കുകയാണ്. ഒരു കാര്യം പോലീസിന് ഉറപ്പാണ്, ഇവർക്ക് ഈ ശസ്ത്രക്രിയ നടക്കുന്ന അടിവൻ്റെ കൊഴുപ്പ് മാറ്റാൻ നീതുവിനെ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഇവർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് സ്ഥിരീകരിച്ചത്. വളരെ വലിയ